ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥയിൽ പ്രകാശൻ മുത്തശ്ശിയോട് പറയാണ് പോലീസുകാർ എന്നെ തല്ലിച്ചതച്ചെന്നൊക്കെ, ശരീരം മുഴുവൻ ഒരുപാട് വേദനയാണെന്നൊക്കെ പറയുന്നു. പിന്നീട് വിക്രമാണെങ്കിൽ വീട്ടിലേക്ക് വരുമ്പോൾ ശരണ്യയുടെ അമ്മയെ പറയുന്നുണ്ട് അച്ഛനും മുത്തശ്ശിയും ആണെങ്കിൽ ജയിലിലാണെന്ന്. വിക്രം അപ്പോൾ ചോദിക്കുന്നുണ്ട് എന്താണ് കാര്യമെന്ന്. ശരണ്യ അപ്പോൾ പറയാണ് ഞാനാണ് പോലീസിനെ വിളിച്ചിട്ട് പരാതി കൊടുത്തതെന്നൊക്കെ പറയുന്നു. വിക്രമിന്റെ അച്ഛനാണെങ്കിൽ എന്നെ തെള്ളിയിട്ടു, അമ്മയാണെങ്കിൽ എന്റെ മുഖത്തടിച്ചു, അതിന്റെ പാടുവരെ ഉണ്ടെന്നൊക്കെ പറയുന്നു. വിക്രം അപ്പോൾ പറയണം മുത്തശ്ശി പ്രായമായതല്ലേ, ജയിലിലൊക്കെ കിടക്കാൻ പറ്റുമോ എന്നൊക്കെ. ആ സമയത്ത് ശരണ്യയുടെ അമ്മ പറയുന്നുണ്ട് അന്ന് മോഷണ കേസിൽ നീയും ജയിലിൽ കിടക്കേണ്ടതായിരുന്നു എന്നൊക്കെ. ശരണ്യ പറയുന്നു ഞാൻ പറയുന്നത് പോലെ കാര്യങ്ങളൊക്കെ കേട്ടാൽ ജയിലിൽ നിന്ന് മുത്തശ്ശിയെയും അച്ഛനെയും മോചിപ്പിക്കാമെന്ന് പറയുന്നു. മുത്തശ്ശിയാണെങ്കിൽ അടുക്കളയിൽ എല്ലാ ജോലിയും ചെയ്യണം, നിന്റെ അച്ഛനാണെങ്കിൽ തറ തൂത്തുവാരുകയും ക്ലീൻ ചെയ്യുകയും ഒക്കെ ചെയ്യണം. അങ്ങനെ ചെയ്താൽ മാത്രമേ ജയിലിൽ നിന്നും വിടാൻ ഞാൻ പോലീസിനോട് പറയത്തുള്ളൂ എന്നൊക്കെ പറയുന്നു. വിക്രമാണെങ്കിൽ വേറെ വഴിയില്ലാതെ സമ്മതിക്കാമെന്ന് പറയാണ്. അതേസമയം കല്യാണിയും രഞ്ജനുമാണെങ്കിൽ സൈറ്റ് എല്ലാം ഓരോ സൈഡായിട്ട് നോക്കി കാണുകയാണ്. കല്യാണി മുകളിൽ നിന്നും താഴേക്ക് സൈറ്റ് നോക്കുന്ന സമയത്ത് രഞ്ജനാണെങ്കിൽ തള്ളിയിടാൻ വരുന്നുണ്ട്. പക്ഷെ അതിനു മുമ്പ് കല്യാണി തിരിയുകയാണ്. പിന്നീട് ശരണ്യാണെങ്കിൽ വിക്രമിനെയും കൂട്ടിയിട്ട് പോലീസ് സ്റ്റേഷനിലെത്തുന്നു. പോലീസുകാരനാണെങ്കിൽ വിക്രമിനെ കുറെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നുണ്ട്. പോലീസുകാരൻ പറയാണ് ഇവനാണെങ്കിൽ ഇതിനു മുമ്പ് നല്ലൊരു വിവാഹ ജീവിതമാണ് കിട്ടിയത്, പക്ഷെ അവൻ അതെല്ലാം നശിപ്പിച്ചെന്നൊക്കെ പറയുന്നു. അപ്പോൾ എന്തിനാണ് ഇവനെ കിട്ടിയതെന്നൊക്കെ ചോദിക്കുകയാണ്. ആ സമയത്ത് ശരണ്യ പറയുന്നുണ്ട് എനിക്കൊരു ഭർത്താവിനെ വേണമായിരുന്നു, ഞാൻ രണ്ടാം കെട്ടാണെന്നൊക്കെ പറയുന്നു. അതിനുശേഷം പോലീസിനെ കണ്ണടച്ച് കാണിക്കുന്നുണ്ട്. ശരണ്യ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞ കണ്ടീഷൻ എല്ലാം വിക്രം അംഗീകരിക്കാൻ തയ്യാറാണ്, അതുകൊണ്ട് മുത്തശ്ശിയും അച്ഛനെയും വെറുതെ വിട്ടേക്കാനെന്ന് പറയുന്നു. SI രണ്ടുപേരെയും വെറുതെ വിടുന്നു. വെളിയിൽ വന്നതിന് ശേഷം ശരണ്യാണെങ്കിൽ അച്ഛനോടും അമ്മയോടും പറയുന്നുണ്ട് ഇനിയും തൊട്ട് വീട്ടിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന്. പ്രകാശൻ അപ്പോൾ പറയുന്നുണ്ട് തറവാട്ടിൽ പിറന്ന ആണുങ്ങൾ ആരും വീട്ടിലെ പണിയൊന്നും ചെയ്യത്തില്ല, എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ. ശരണ്യാണെങ്കിൽ നിങ്ങൾ എന്തു വേണമെന്ന് തീരുമാനിച്ചു എന്ന് പറഞ്ഞ് മുൻപോട്ട് നടക്കുന്നു. അതിനുശേഷം വിക്രമാണെങ്കിൽ അച്ഛനോടും മുത്തശ്ശിയോടും പറയുന്നുണ്ട് നിങ്ങൾ എന്റെ കൂടെ വരുന്നുണ്ടെങ്കിൽ ആ വീട്ടിൽ വരികയാണെങ്കിൽ ഉറപ്പായിട്ടും പണി ചെയ്തിരിക്കണമെന്ന്. മുത്തശ്ശി അപ്പോൾ പറയുന്നുണ്ട് പകല് മൊത്തം പണിയെടുത്തിട്ട് രാത്രിയിലാണെങ്കിൽ കിടക്കാൻ ചെല്ലുമ്പോൾ ഉറങ്ങാൻ പോലും പറ്റത്തില്ല, പ്രേതശല്യവുമാണെന്നൊക്കെ. പ്രകാശൻ അപ്പോൾ പറയണ പ്രേതം ഇവള് തന്നെയാണോ എന്ന് സംശയമുണ്ട്, ഇവളുടെ ശരീരത്തിൽ പ്രേതബാധ വല്ലതും കയറുന്നതാണോ എന്ന് സംശയമാണ്, അതുകൊണ്ടാണ് ഇവൾ ഇങ്ങനെയൊക്കെ പെരുമാറുന്നതെന്നൊക്കെ പറയുന്നു. പ്രകാശൻ മുത്തശ്ശിയോട് പറയണം നമ്മുടെ മകൻ തനിച്ച് ആ വീട്ടിൽ താമസിക്കുന്നത് സേഫ് അല്ല, അതുകൊണ്ട് നമ്മളും അവന്റെ കൂടെ വരണം, എന്ത് സഹിച്ചായാലും അവന്റെ കൂടെ തന്നെ നിൽക്കാമെന്ന് രണ്ടുപേരും തീരുമാനിക്കുന്നു. എല്ലാവരും വീണ്ടും ശരണ്യയോടൊപ്പം വീട്ടിലേക്ക് പോവുകയാണ്. അതേസമയം സൈറ്റിലാണെങ്കിൽ നിരഞ്ജൻ ഏർപ്പാടാക്കിയ 2 ഗുണ്ടകൾ ഉണ്ടായിരുന്നു. അവരോട് ചോദിക്കുകയാണ് കാര്യങ്ങൾ ഞാൻ പറഞ്ഞതുപോലെ സെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന്. അവർ രണ്ടുപേരും പറഞ്ഞതുപോലെയൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു. കല്യാണിയെ താഴേക്ക് വീഴ്ത്താൻ വേണ്ടി പലക മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അവിടേക്കാണെങ്കിൽ കല്യാണി നടന്നു കയറാൻ തുടങ്ങുന്ന സമയത്ത് പെട്ടെന്നൊരു കോൾ വരുന്നു. നിരഞ്ജൻ അപ്പോൾ സ്വയം പറയാണ് എല്ലാം നശിപ്പിച്ചല്ലോ എന്ന്. കല്യാണിയെ രൂപയാണ് ഫോൺ ചെയ്യുന്നത്. രൂപ കല്യാണിയോട് പറയണം മോള് സൂക്ഷിക്കണം, മോളെ കുറിച്ച് ഓർത്തിട്ട് എനിക്ക് പേടിയാകുന്നു എന്നൊക്കെ. കല്യാണി അപ്പോൾ പറയണ പുതിയ ജോലിക്കാരനായ നിരഞ്ജന്റെ കൂടെ ഞാൻ സൈറ്റിലാണ്, അമ്മ പേടിക്കാനൊന്നുമില്ല, പേടിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറയുന്നു. ഫോൺ വെച്ചതിന് ശേഷം നിരഞ്ജൻ വീണ്ടും കല്യാണിയോട് പറയാണ് എല്ലാ സ്ഥലത്തും ഞാൻ പോയി നോക്കി, അതുപോലെ മേഡവും എല്ലായിടും ഒന്ന് നോക്കിയേക്കാനെന്ന് പറയുന്നു. കല്യാണി വീണ്ടും മുൻപോട്ട് പോകുന്നു. ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു. പുതിയ കഥയുമായി വീണ്ടും കാണാം. താങ്ക്